ഹലോ, വെൽക്കം ടു മാത്ത് വിന്നർ. അടുത്ത ടോപ്പിക്ക് കാനോണിക്കൽ ഡീകമ്പോസിഷൻ. നോക്കിയേ, ദി കാനോണിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് എ പോസിറ്റീവ് ഇൻറ്റീജർ. പോസിറ്റീവ് ഇൻറ്റീജർ അറിയാമല്ലോ. പോസിറ്റീവ് ഇൻറ്റീജർ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. ഇതാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ്റെ ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, കാനോണിക്കൽ ഡീകമ്പോസിഷൻ അതിൻ്റെ ഫോമാണ്. നോക്കിയേ, n ഈസ് ഈക്വൽ ടു p1 പവർ a1 ഇൻറ്റു p2 പവർ a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pk പവർ ak. ഇതാണ് കാനോണിക്കൽ ഡീകമ്പോസിഷൻ്റെ ഫോം. വെയർ p1, p2 എക്സെട്ര pk ആർ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ്. എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. p1, p2 എക്സെട്ര pk എന്താണ്? പ്രൈംസ് ആണ്. അതറിയാലോ, പ്രൈം നമ്പേഴ്സ് ആണ്. ഡിസ്റ്റിങ്ക്റ്റും കൂടിയാണ്. എന്ന് വെച്ചാൽ ഇവരെന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. p1ഉം p2ഉം p3ഉം എക്സെട്ര pk ഇവരെല്ലാവരും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. പിന്നെ ഒരു കണ്ടീഷൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, p1 ലെസ് ദാൻ p2 ലെസ് ദാൻ p3 ലെസ് ദാനോ എക്സെട്ര ലെസ് ദാൻ pk. p1 എന്താണ്? p2വിനേക്കാൾ ചെറുതാണ്, p2 p3യേക്കാൾ ചെറുതാണ്. അങ്ങനെ ആ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് പോയിരിക്കുന്നത്. p1, p2, p3 എക്സെട്ര pk എന്താ? ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് പോയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. n ഈസ് ഈക്വൽ ടു 100. ഇതിൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം. n ഈസ് ഈക്വൽ ടു 100. 100 എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം. അതിന് വേണ്ടിയിട്ട് ഈ 100നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. 100നെ നമുക്ക് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50 വരും. വീണ്ടും നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 25 വരും. ഓക്കെ, ഇനി ഈ 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 5 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇവിടെ ഏതൊക്കെയാണ് 100ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്? 2, 5. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 100നെ എങ്ങനെ എഴുതാൻ നോക്കാം. നോക്കിക്കോണേ. 100 ഈസ് ഈക്വൽ ടു 2 തവണ 2 ഇല്ലേ? അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 തവണ 5, അപ്പോൾ 5 സ്ക്വയർ. കണ്ട, 100 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. 100ൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷനാണ് 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. കണ്ട, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇവിടെ ഒരു ഇക്വേഷൻ മോഡൽ വന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? 100നെ നമുക്ക് 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് 100ൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ. എന്നാൽ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. n ഈസ് ഈക്വൽ ടു 300. ഇതിൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം. അപ്പോൾ 300നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 150. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 75. ഓക്കെ, അടുത്ത നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 25. അത് കഴിഞ്ഞ് 5 കൊണ്ട് 5. ഓക്കെ, അപ്പോൾ ഇവിടെ 300നെ എങ്ങനെ എഴുതാം? 300 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 2 5 ഇല്ലേ? അപ്പം 5 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ 4, 5 സ്ക്വയർ 25 ഇൻറ്റു 4 100 ഇൻറ്റു 3 300. അപ്പോൾ 300ൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷനാണിത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് കാനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി കാനോണിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് 2520 ആൻഡ് 3076. ഇതിൻ്റെ രണ്ടിൻ്റെയും കാനോണിക്കൽ ഡീകമ്പോസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2526ൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം?
ഫസ്റ്റ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓക്കെ, അപ്പം 2520 ഇതിനെ നമുക്ക് എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ എന്ത് വരും? 126 വരും. 126 വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 600 630. അടുത്ത 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 315. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 63. അടുത്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21. 21നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. ഓക്കെ അല്ലേ? അപ്പം 2520 is equal to 2 cube into, അടുത്ത നമ്മൾ 3 എഴുതുക. 2 കഴിഞ്ഞ് 3 അല്ലേ, അപ്പം 3 സ്ക്വയർ ഇൻറ്റു അടുത്തത് 5 പവർ 1 ഇൻറ്റു 7 പവർ 1. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടെ കനോണിക്കൽ ഡീകമ്പോസിഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം 2520 കിട്ടുന്നുണ്ടാന്ന് നോക്കാം. ഓക്കെ, അടുത്തത് 3076 ഈവൻ നമ്പർ അല്ലേ, അപ്പോൾ ഇതിനെ 2 കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1538. ഇത് വീണ്ടും ഈവൻ നമ്പർ തന്നെ വന്നില്ലേ, അപ്പോൾ വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 769. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വരത്തുള്ളൂ. ഫൈനലി ഇവിടെ എന്ത് വരും? 769 വരും. കാരണം ഇനി അടുത്ത് നമുക്ക് ഈ 769 വേറെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ നോക്കിയോ. 3076 ഈസ് ഈക്വൽ ടു, കണ്ട 2 രണ്ട് തവണ, അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 769 പവർ 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കാനോണിക്കൽ ഡീകമ്പോസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് 100. 100ൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ്. അപ്പോൾ 100ൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് എന്താണ്, ജസ്റ്റ് നമുക്കൊന്ന് അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, അതിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് കാനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് കാനോണിക്കൽ ഡീകമ്പോസിഷൻ വെച്ച് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 100ൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം. നമ്മൾ നോക്കിയതല്ലേ നേരത്തെ. 100 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. ഇതാണ് 100ൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ. അപ്പോൾ ഈ കാനോണിക്കൽ ഡീകമ്പോസിഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. ഈസ് ഈക്വൽ ടു 2 പവർ എ ഇൻറ്റു 5 പവർ ബി. ഓക്കെ അല്ലേ? കാനോണിക്കൽ ഡീകമ്പോസിഷൻ ഇങ്ങനെ വരത്തില്ലേ, 2 പവർ എ ഇൻറ്റു 5 പവർ ബി. അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ്. അപ്പം ഇതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ ഫോമും 2 പവർ എ ഇൻറ്റു 5 പവർ ബി ആയിരിക്കും. ഓക്കെ, കാനോണിക്കൽ ഡീകമ്പോസിഷൻ അതിൻ്റെ ഫോം 2 പവർ എ ഇൻറ്റു 5 പവർ ബി ആണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സും 2 പവർ എ ഇൻറ്റു 5 പവർ ബി ഈ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇനി ഈ ഫാക്ടേഴ്സിൻ്റെ ഈ പവർ നോക്കിയേ, എയും ബിയും. ഇനി ഇതിൻ്റെ റേഞ്ച് അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോണേ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എ അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 അല്ലേ, അപ്പോൾ ഇവിടെ 2 വരും. എയുടെ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി എഴുതിക്കേ. ബി എങ്ങനെ വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ 2 ആണ്.
അപ്പോൾ ബിയുടെ റേഞ്ച് ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോണേ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 0 1 2 അല്ലേ, 3 ആൾക്കാർ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 0 1 2. ഇവിടെയും 3 ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ്, ഇവിടെ നമ്പർ ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 3 × 3 ചെയ്താൽ മതി. 3 × 3 9 പോസിറ്റീവ് ഫാക്ടേഴ്സാണ് 100-ന്. ഓക്കെ, 100-ന് 9 പോസിറ്റീവ് ഫാക്ടേഴ്സ് വരും. അപ്പോൾ നിങ്ങൾ ഓരോന്ന് എഴുതുമ്പോഴത്തേക്ക് എന്താണ് 9 ആയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം പോസിറ്റീവ് ഫാക്ടേഴ്സ് ഏത് ഫോമിലാണ്? 2 പവർ a × 5 പവർ b ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 പവർ 0 × 5 പവർ 0 എന്ന് കൊടുക്കാം. വേണ്ട, എയ്ക്കും ബിക്കും നമ്മൾ 0 കൊടുത്തു. ഇനി നമുക്ക് എയ്ക്ക് 1 കൊടുക്കാം. 2 പവർ a × 5 പവർ 0, ബി 0 അടക്കട്ടെ. അടുത്ത എന് 2 പവർ 2 × 5 പവർ 0. അടുത്തത് 2 പവർ 3 × 5 പവർ 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം എയുടെ മാക്സിമം വാല്യൂ 2 ആണ്, മിനിമം വാല്യൂ 0 ആണ്. അപ്പം 2 പവർ 2 വരെ നമുക്ക് മാക്സിമം എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് 2-ന് പവർ 1 കൊടുക്കാം. 2 പവർ 1 × 2-ന് പവർ 0 തന്നെ കൊടുക്കട്ടെ. 2 പവർ 0 × 5-ന് പവർ 1 കൊടുക്കാം. 5 പവർ 1. 2 പവർ 0 × 5 പവർ 2. 2 പവർ 0 × 5 പവർ 5 പവർ 2 പവർ 0 × 5 പവർ 1. 2 പവർ 0 × 5 പവർ 2. ഓക്കെ, കിടക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ. അടുത്ത നമുക്ക് 2 പവർ 1 × 5 പവർ 1. അത് കഴിഞ്ഞ് 2 പവർ 2 × 5 പവർ 1. 2 പവർ 2 × 5 പവർ 1. ഇനി അടുത്ത് നമുക്ക് 2 പവർ 1 × 5 പവർ 2. അടുത്തത് 2 പവർ 2 × 5 പവർ 2. ഓക്കെ, 9 പോസിറ്റീവ് ഫാക്ടേഴ്സ് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കാനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് ഒരു പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, 60-യുടെ പോസിറ്റീവ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് 60-യുടെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം. 60 = അതിനുവേണ്ടി നമുക്ക് 60-യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 30. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15. 15 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 അല്ലേ? ഇത്രയും മതി. അപ്പോൾ 60-യെ നമുക്ക് എങ്ങനെ എഴുതാം? 60 = 2² × 3 പവർ 1 × 5 പവർ 1. ഇത് ഏത് ഫോമിലാണ്? = 2 പവർ a × 3 പവർ b × 5 പവർ c. കണ്ട, ഈ ഫോമിലല്ലേ 60 വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പോസിറ്റീവ് ഫാക്ടേഴ്സ് എങ്ങനെ വരുവാടാ? അതിന് നമുക്ക് എയ്ക്കും ബിക്കും സിക്കും കൊടുക്കാൻ പറ്റുന്ന റേഞ്ച് നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കണ്ട ഇവിടെ 2 അല്ലേ. അടുത്തത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ 1 ആണ്. ഓക്കെ, അടുത്തത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെയാണ് റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് നമുക്ക് 2 പവർ 0 × 3 പവർ 0 × 5 പവർ 0. അടുത്തത് 2 പവർ 0 × 3 പവർ 0 × 5 പവർ 1. അടുത്തത് 2 പവർ 0 × 3 പവർ 1 × 5 പവർ 0. ഇവിടെ നോക്കിയേ, 0 to 2 എത്ര ആൾക്കാരുണ്ട്? ഇവിടെ 3 ആൾക്കാർ. അപ്പോൾ 3 × ഇവിടെ 0യും 1ഉം, അപ്പോൾ 2 ആൾക്കാർ. 2 × ഇവിടെ അതുപോലെ തന്നെ 2 ആൾക്കാർ. ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6, 6 × 2 12. അപ്പോൾ എത്ര പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്? 60-ക്ക് 12 പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്.
അപ്പോൾ നമ്മളിവിടെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് 12 വരെ എഴുതണം കറക്റ്റ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. അടുത്തത് 2 പവർ 0 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1, 2 പവർ 1 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 0, 2 പവർ 1 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 1. അടുത്തത് 2 പവർ 1 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1, 2 പവർ 2 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 0, 2 പവർ 2 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 1. അടുത്തത് 2 പവർ 2 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 0, 2 പവർ 2 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1, 2 പവർ 1 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 0. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക അല്ലേ, എന്നിട്ട് 12 പോസിറ്റീവ് ഫാക്ടേഴ്സ് കറക്റ്റ് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് 210. 210നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 105. അടുത്ത നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 35. അടുത്തത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 7. അപ്പോൾ 210ൻ്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ നോക്കിയേ, ഇസ് ഈക്വൽ ടു 2 പവർ 1 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1 ഇൻറ്റു 7 പവർ 1. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? ഇസ് ഈക്വൽ ടു 2 പവർ എ ഇൻറ്റു 3 പവർ ബി ഇൻറ്റു 5 പവർ സി ഇൻറ്റു 7 പവർ ഡി. ഇനി ഓരോന്നിൻ്റെ റേഞ്ച് നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഫാക്ടേഴ്സ് വരും? ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 2. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. പിന്നെ 4നെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 16 അല്ലേ. 2 × 2 4, 4 × 2 8, 8 × 16, മൊത്തം 16 പോസിറ്റീവ് ഫാക്ടേഴ്സാണ് 210ന് വരുന്നത്. അപ്പോൾ അത് എഴുതുക അല്ലേ, കറക്റ്റ് എഴുതിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് എഴുതാം, ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എല്ലാത്തിനും 0 എടുക്കാം, പവർ 0 എടുക്കാം. 2 പവർ 0 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 0 ഇൻറ്റു 7 പവർ 0. അത് കഴിഞ്ഞ് നമുക്ക് 2 പവർ 1 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 0 ഇൻറ്റു 7 പവർ 0. അടുത്ത നമുക്ക് 2 പവർ 1 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 0 ഇൻറ്റു 7 പവർ 0. ഞാൻ എന്താണ് ഒരു ഓർഡറൊന്നും ഇല്ലാതെ വെറുതെ കുറച്ച് എഴുതുവാണ്. അടുത്ത 2 പവർ 0 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1 ഇൻറ്റു 7 പവർ 0. അടുത്തത് 2 പവർ 0 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 0 ഇൻറ്റു 7 പവർ 1 ഉണ്ടാ. അപ്പോൾ നമ്മൾ ഓൾറെഡി 5 എഴുതി അല്ലേ. ഇനി അടുത്ത വേണമെങ്കിൽ നോക്കിയാൽ എല്ലാത്തിനും പവർ 1 കൊടുക്കാം. 2 പവർ 1 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1 ഇൻറ്റു 7 പവർ 1. അടുത്ത 2 പവർ 1 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1 ഇൻറ്റു 7 പവർ 0. അടുത്തത് 2 പവർ 0 ഇൻറ്റു 3 പവർ 1 ഇൻറ്റു 5 പവർ 1 ഇൻറ്റു 7 പവർ 1. അടുത്ത 2 പവർ 0 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 1 ഇൻറ്റു 7 പവർ 1 അല്ലേ. അപ്പോൾ നമ്മൾ എത്ര എണ്ണം എഴുതി? 5, 5 4 9. ഒരെണ്ണം കൂടെ എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാം. 2 പവർ 1 ഇൻറ്റു 3 പവർ 0 ഇൻറ്റു 5 പവർ 0 ഇൻറ്റു 7 പവർ 1. അപ്പോൾ 10 പോസിറ്റീവ് ഫാക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാനോണിക്കൽ ഡീകമ്പോസിഷൻ വെച്ചിട്ട് പോസിറ്റീവ് ഫാക്ടേഴ്സ് എഴുതുന്നത്. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ. Using the canonical decompositions of 24 and 42, find their GCD. ഓക്കെ, നേരത്തെ നമ്മൾ കനോണിക്കൽ ഡീകമ്പോസിഷൻ വെച്ചിട്ട് പോസിറ്റീവ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇപ്പം നോക്കിയേ, കനോണിക്കൽ ഡീകമ്പോസിഷൻ വെച്ചിട്ട് GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കണം. നമ്മൾ ഇതിനു മുമ്പ് യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചിട്ട് GCD കണ്ടുപിടിച്ചായിരുന്നു. അപ്പം നമുക്ക് കനോണിക്കൽ ഡീകമ്പോസിഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 24ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 24നെ നമുക്ക് = 2³ × 3⁻1. അടുത്തത് 42 = 2⁻1 × 3⁻1 × 7⁻1. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ എക്സ്ട്രാ 7 ഉണ്ട്, ഇവിടെ 7 ഇല്ല. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ എന്ത് ചെയ്യണം, × 7⁻0. നോക്കിയേ, ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോം 2⁻a × 3⁻b × 7⁻c ആയില്ലേ. രണ്ടിൻ്റെയും കനോണിക്കൽ ഡീകമ്പോസിഷൻ്റെ ഫോം ഒരേപോലെയായി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 7⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി ഇതിൻ്റെ GCD എങ്ങനെയാണെന്ന് വെച്ചാൽ GCD ഓഫ് 24,42 = അത് എന്തായിരിക്കും, 2⁻a × 3⁻b × 7⁻c, ഈ ഫോമിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2⁻a എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയേ, ഇവിടെ 2ൻ്റെ പവർ 3 ആണ്, ഇവിടെ 2ൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇതിൽ ചെറിയ പവർ 1 അതായിരിക്കും ഇവിടെ പവറായിട്ട് വരുന്നത്. 2⁻1 × 3⁻, ഇവിടെ നോക്കിയേ, രണ്ടിൻ്റെയും പവർ 1 ആണ്, അപ്പോൾ ഇവിടെയും പവർ 1 വരും, × 7⁻, ഇവിടെ നോക്കിയേ 0, ഇവിടെ 1, അപ്പോൾ ഏറ്റവും ചെറുത് 0, അപ്പോൾ ഇവിടെ പവർ 0 വരും. അല്ല, ഇതാണ് GCD വരുന്നത്. ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ 2 × 3 2 × 3 6 കണ്ട, 24ൻ്റെയും 42ൻ്റെയും GCD 6 ആണ്. ഓക്കെ, അടുത്തത് 168നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 168 = 2³ × 3⁻1 × 7⁻1 × 5⁻0. 180 = 5⁻0 നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. 168നെ 2⁻3 × 3⁻1 × 7⁻1 എന്ന് എഴുതാം. 180യെ 2⁻2 × 3⁻2 × 5⁻1. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 7 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 5. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 5⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 7⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോം സെയിം ആയില്ലേ. ഫോം നോക്കിയേ, 2⁻a × 3⁻b × 5⁻c × 7⁻d കണ്ട. അപ്പോൾ ഇതിൻ്റെ GCDയും ഈ ഫോമിൽ വരും അല്ലേ, GCDയും ഈ ഫോമിൽ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, GCD ഓഫ് 168,180 = 2⁻, ഇവിടെ നോക്കിയേ 3 2, അപ്പോൾ ഇവിടെ പവർ 2 വരും, × 3⁻, ഇവിടെ 1 ഇവിടെ 2, അപ്പോൾ ഇവിടെ 1, × 5⁻, ഇവിടെ 1 ഇവിടെ 0, അപ്പോൾ 0, × 7⁻1 0 0 വരും കണ്ടോ. ഓക്കെ അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 4 × 3 = 12 കണ്ടോ. GCD 12 ആണ്. ഓക്കെ അല്ലേ?